ലിഷോ, ഒരുപക്ഷെ ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ആരും സാക്ഷ്യം വഹിച്ചിട്ടില്ല ഇത്രയേറെ അലറിക്കരയുന്ന സഹപാഠികളെ. കൂട്ടത്തിൽ ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഇത്രയും നെഞ്ചുലഞ്ഞ് അലറി വിളിക്കുന്ന മക്കളെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. മോത്തി, അതാണ് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല അവരുടെ കരച്ചിലും. അത്രയേറെ അവർ അവരുടെ സഹപാഠിയെ സ്നേഹിച്ചിരുന്നു, അവർ അത്രയേറെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രംഗം നമുക്ക് കാണേണ്ടി വരുന്നത്. മറ്റൊന്നുമല്ല, എല്ലാവരും ഒന്നിച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ, വളരെ ഏറെ നാൾ ഒന്നിച്ച് കഴിഞ്ഞ്, ഒന്നിച്ച് പഠിച്ച്, ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വേദന അത് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല ആ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കറിയാം, നമ്മുടെ എല്ലാം ഉറ്റ സുഹൃത്തുക്കളെ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞുമക്കൾക്കും. ഇവിടെ നിന്നുള്ള ഈ 1.5 കിലോമീറ്റർ ദൂരം സ്കൂളിലേക്ക് പോകുക മാത്രമല്ല, ആ സമയം മുഴുവൻ കൂടുതൽ ഒരുപക്ഷെ അവരായിരിക്കും ഒന്നിച്ചടുത്തിരുന്നിരിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും സ്നേഹവും കരുതലും പങ്കുവയ്ക്കലും പരിഭവവും കളിയാക്കലും, അങ്ങനെ ഒരു സുഹൃത്ത് ജീവിതത്തിൽ ഉണ്ടാവേണ്ടതൊക്കെ സാഹോദര്യത്തിന്റെ കൂടി ഛായയോടെ അവരൊക്കെയും ആസ്വദിച്ചിരുന്നവരാണ്. അത്രയേറെ ഇവർ അലറിക്കരയുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ അങ്ങനെ തന്നെ നമ്മൾ കാണണം, മനസ്സിലാക്കണം. ജനിച്ച കാലം മുതൽ ഒരുമിച്ചായിരുന്നു ഇവരെന്നാണ് പറയുന്നത്. കുടുംബാംഗങ്ങൾ പോലും അത്രയേറെ ബന്ധമുള്ളവർ, ഏറ്റവും അടുത്ത് താമസിക്കുന്നവർ. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ പോലും തമാശയായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും ഇവരുടെ സൗഹൃദത്തെ പറ്റി. തീർച്ചയായും എല്ലാവരും എപ്പോഴും പറയുന്നത് തന്നെയാണ്. നമ്മളിവിടെ എത്തി ചോദിച്ച എല്ലാവരും സംസാരിക്കുന്നത് അവരുടെ സൗഹൃദത്തെ പറ്റിയാണ്, അവരുടെ കൂട്ടായ്മയെ പറ്റിയാണ്. എല്ലാവരും ഒന്നിച്ച്, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ജനിച്ച കാലം മുതൽ, അല്ലെങ്കിൽ ആ ഓർമ്മ വെച്ച കാലം മുതൽ ഉള്ള ഒരു സൗഹൃദം അത് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. അത് അവസാന നിമിഷം വരെ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും അവർക്കിടയിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ചെറിയ പിണക്കത്തിൻ്റെ പേരിലാണ് 2 പേർ അവിടെ നിന്നും മാറി നിന്നിരുന്നത്, അല്ലെങ്കിൽ അവർ കുറച്ച് അകലെയായി നടന്നു വന്നിരുന്നത്. പക്ഷേ ആ ഒരു ചെറിയൊരു പിണക്കം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള ആ ഒരു ദുഃഖത്തിൻ്റെ എത്രയോ ഇരട്ടി, അല്ലെങ്കിൽ അതിനേക്കാളേറെ ഒരു സങ്കടം, അല്ലെങ്കിൽ ഈ ഒരു കരിമ്പിക്കടുത്തുള്ള ചെറുള്ളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് ഉണ്ടാകുമായിരുന്നു. കാരണം 7 പേരാണ് ഒന്നിച്ച് ആദ്യം നടന്നു വന്നിരുന്നത്. അതിൽ നിന്നാണ് 2 പേർ പിണങ്ങി മാറി നടന്നത്. ആ 2 പേരാണ് പിന്നീട് എപ്പോഴും കടന്നു വരാവുന്ന ഒരു ദുരന്തമായി മാറുന്നത് നമ്മൾ ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് ഏറ്റവും അടുത്ത് മനസ്സിലാക്കുന്നത്. 7 പേർ കൂട്ടുകാർ, അതിൽ 5 പേർ ഒരുമിച്ച് വരുന്നു, അതിൽ തന്നെ 4 പേരെ മരണം കവർന്നെടുക്കുന്നു. നെഞ്ചുലയ്ക്കുന്ന ആ സംഭവത്തിലേക്കാണ് നമ്മളെല്ലാവരും, ആ ഒരു തിരിച്ചറിവിലേക്കാണ് മലയാളികൾ ഒന്നടങ്കം വന്നത്. കണ്ണിമ ചിമ്മാതെ ഈ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നു, നെഞ്ച് വിങ്ങലോടെ കണ്ടിരിക്കുന്നു ഈ കാഴ്ചകൾ. എങ്ങനെയാണ് ഈ സുഹൃത്തുക്കൾക്ക് ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാവുക? തീർച്ചയായും ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, ആ നേരത്തെ പറഞ്ഞത് കാര്യം തന്നെയാണ്. അതായത് ഉറ്റ സുഹൃത്തുക്കൾ, ആ സൗഹൃദം എന്തിനാണ് ഇങ്ങനെ കവർന്നെടുത്തത്?